ഹായ്, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻസിനെ കുറിച്ചാണ്. ഇത് പറയുമ്പം നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എടുക്കുക. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് മേജറായി വരുന്ന 3 ഫേസസാണ്. അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്നത്. ഇനിയിപ്പോൾ ജനറലായി പറയുകയാണെങ്കിൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്രോബ്ലത്തിൻ്റെയും പിന്നെ നമുക്ക് ആവശ്യമായുള്ള റിക്വയർമെൻറ്റ്സിനെല്ലാം കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഡിസൈൻ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ പ്രോബ്ലത്തിലേക്കുള്ള ഒരു കോൺസെപ്റ്റൽ സൊല്യൂഷനെ ഫൈൻഡ് ചെയ്യുന്നതാണ് ഡിസൈൻ ഫേസിൽ. ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ആക്ച്വൽ സൊല്യൂഷനിലേക്ക് ഒരു കോഡ് ഫോമിൽ നമ്മൾ ആക്ച്വൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വണ്ണ് നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അതിൻ്റെ പ്രോബ്ലംസും പിന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ്സിനെ എല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഫേസിൽ. അതായത് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ട ആ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണ് സിസ്റ്റം ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ എന്തൊക്കെ ചെയ്യും, അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ അനലൈസ് ചെയ്യും. എന്നിട്ടൊരു ഈ ഫേസ് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒരു അനലൈസ് മോഡൽ ഉണ്ടാവും, ഒരു അനാലിസിസ് മോഡൽ ഉണ്ടാവും. ഈ മോഡലിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ആ സിസ്റ്റത്തിൻ്റെ ഓവറോൾ മീൻസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റാണ് അത്. ഈ ഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ സിസ്റ്റത്തിലുള്ള ഒബ്ജക്ട്സിനെ പിന്നെ പ്രോബ്ലം ഡൊമൈൻസിനെ എല്ലാം കുറിച്ച് നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ് ഫേസിലാണ്. അടുത്തതായി വരുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ഫേസ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ഫേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ് ഫേസിൽ നമ്മളൊരു അനാലിസിസ് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മോഡലിനെ നമ്മുടെ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈസി ആയിട്ട് ഈ മോഡലിനെ എന്താക്കി മാറ്റുക, ഒരു ഡിസൈൻ മോഡലിലേക്ക് ആക്കി മാറ്റുന്നതാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ഫേസിൽ. അതായത് നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം ഒരു ഡിസൈൻ ആക്കിയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഇതെല്ലാം ഒരു ഡിസൈൻ ആക്കി വെക്കുമ്പോൾ നമുക്കത് നോക്കിയിട്ട് ഒരു ആർക്കിടെക്ചർ സെറ്റാക്കി വെക്കുമ്പോൾ നമുക്കത് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലോ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതിന് വേണ്ടി ഒരു ഡിസൈൻ ആക്കി മാറ്റുക, ഒരു ഡിസൈൻ മോഡൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ഫേസിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസിൻ്റെ അകത്ത് നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ ഓരോ ഒബ്ജക്ട്സുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അവരുടെ റിലേഷൻഷിപ്പ്, ക്ലാസ്സുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൽ മെയിനായിട്ട് 2 സ്റ്റേജസ് ആണുള്ളത്. അതാണ് സിസ്റ്റം ഡിസൈനും മറ്റൊന്നാണ് ഒബ്ജക്റ്റ് ഡിസൈൻ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സിസ്റ്റം ഡിസൈൻ. സിസ്റ്റം ഡിസൈൻ സ്റ്റേജിൽ എന്താ വെച്ചാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ആർക്കിടെക്ചറിനെ ഡിസൈൻ ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. ഇവിടെ നമ്മുടെ സിസ്റ്റം അനാലിസിസ് മോഡലും അതേപോലെ പ്രൊപ്പോസ്ഡ് സിസ്റ്റം ആർക്കിടെക്ചറും ഇത് രണ്ടും നോക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഡിസൈന് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അനാലിസിസ് ഫേസിൽ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു അനാലിസിസ് മോഡലും അതുപോലെ തന്നെ നമ്മുടെ പ്രൊപ്പോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു ആർക്കിടെക്ചറും നോക്കിയതുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. ഈ സിസ്റ്റം ഡിസൈൻ ഫേസിൽ നമ്മുടെ മെയിൻ സിസ്റ്റത്തിനെ കുറേ സബ് സിസ്റ്റംസ് ആയിട്ട് തമ്മിൽ ഇൻട്രാക്റ്റിംഗ് ആയുള്ള അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ സെറ്റ് ഓഫ് ഇൻട്രാക്റ്റിംഗ് സബ്സിസ്റ്റൻസ് ആക്കി വെക്കും. ഈ സബ്സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒബ്ജക്ട്സ് ഉണ്ടാവും, അതേപോലെ ക്ലാസ്സസ് എല്ലാം ഉണ്ടാവും. ഇവിടെ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, ഒബ്ജക്ട്സിൻ്റെ ഇൻട്രാക്ഷൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ നമ്മുടെ മെയിൻ സിസ്റ്റത്തിനെ കുറച്ച് സബ്സിസ്റ്റൻസ് ആക്കി സെറ്റ് ഓഫ് സബ്സിസ്റ്റൻസ് ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള സബ്സിസ്റ്റൻസ് ആക്കിയിട്ടുണ്ടാവും. ഈ സബ്സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹൈറാർക്കി ഓഫ് ഇൻട്രാക്റ്റിംഗ് ഒബ്ജക്ട്സ് ഉണ്ടാവും. ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള ഒബ്ജക്ട്സിനുണ്ടാവും. ഈ ഒബ്ജക്ട്സിനെല്ലാം കൂടി ഇതാക്കിക്കൊണ്ട് നമുക്ക് ക്ലാസ്സസും ഉണ്ടാവും. ഒബ്ജക്ട്സിനെല്ലാം ഗ്രൂപ്പ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസൊക്കെ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് വരുന്ന സ്റ്റേജാണ് ഒബ്ജക്റ്റ് ഡിസൈൻ. ഒബ്ജക്റ്റ് ഡിസൈൻ ഫേസിൽ എന്താ വെച്ചാൽ നമ്മൾ സിസ്റ്റം ഡിസൈൻ ഫേസിൽ ഉണ്ടാക്കി വെച്ച ആർക്കിടെക്ചറും പിന്നെ സിസ്റ്റം അനാലിസിസ് ഫേസിലെ മോഡലും കൂടി നോക്കിക്കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിന് ഒരു ഡിസൈൻ മോഡലിനെ ഉണ്ടാക്കുന്നത് ഈ ഒബ്ജക്റ്റ് ഡിസൈൻ ഫേസിലാണ്. ഇതിനകത്ത് നമ്മൾ ഓൾ ദ ക്ലാസ്സസ് റിക്വയർഡ് ആർ ഐഡൻറ്റിഫൈഡ്, അതായത്
റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസിനെയും ഐഡൻറ്റിഫൈ ചെയ്യും. ഓരോ ക്ലാസ്സിൻ്റെ ഇൻഹെറിറ്റൻസ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അതേപോലെ തന്നെ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ക്ലാസ്സസ് തമ്മിലുള്ള അസോസിയേഷൻസിനെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹയറാർക്കീസ് ഓഫ് ക്ലാസ്സസ് ആർ ഐഡൻറ്റിഫൈഡ്. ഈ ക്ലാസ്സസിൻ്റെ ഹയറാർക്കീസിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും ഈ ഒബ്ജക്റ്റ് ഡിസൈൻ ഫേസിൽ. ബിസൈഡ്സ് ദ ഡെവലപ്പർ ഡിസൈൻ ദ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ഓഫ് ദ ക്ലാസ്സസ് ആൻഡ് ദെയർ അസോസിയേഷൻസ്. അതായത് നമ്മുടെ ക്ലാസ്സസിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസും അവരുടെ അസോസിയേഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ മസ്റ്റ് സ്പെസിഫൈ സം ഡാറ്റ ഓർഗനൈസേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് എ പ്രൊസീജിയറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഓപ്പറേഷൻ. അതായത് ആട്രിബ്യൂട്ട്സിൻ്റെ ഡാറ്റ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഓരോ ഓപ്പറേഷൻസിൻ്റെ പ്രൊസീജിയറൽ ഡിസ്ക്രിപ്ഷനും, ഈ രണ്ട് കാര്യങ്ങളും ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൽ മസ്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ പിരമിഡാണ്. ഇതിൻ്റെ അകത്ത് 4 ലെയേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് വണ്ണാണ് റെസ്പോൺസിബിലിറ്റീസ് ഡിസൈന്, സെക്കൻഡ് വൺ ഈസ് മെസ്സേജ് ഡിസൈൻ, ദെൻ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ഡിസൈൻ, ലാസ്റ്റ് വണ്ണാണ് സബ്സിസ്റ്റം ഡിസൈൻ. നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് ദ സബ്സിസ്റ്റം ലെയർ. ഇറ്റ് റെപ്രസെൻറ്റ് ദ സബ്സിസ്റ്റം ദാറ്റ് enable software to achieve user requirements and implement technical framework that meet the user needs. എന്താ വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഓരോ ഈ സബ്സിസ്റ്റൻസിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ലെയറിലാണ്. അതുപോലെ തന്നെ യൂസറിൻ്റെ നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന ടെക്നിക്കൽ ഫ്രെയിംവർക്സിനെയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ സബ്സിസ്റ്റം ലെയറിലാണ്. നെക്സ്റ്റാണ് ദ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ലെയർ. ഈ ലെയറിൽ എന്താ വെച്ചാൽ ഈ ജനറലൈസേഷനും സ്പെഷ്യലൈസേഷനും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്കതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള ക്ലാസ് ഹൈറാർക്കീസിനും അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റിനെ എല്ലാം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ലെയറിലാണ്. അടുത്തതാണ് മെസ്സേജ് ലെയർ. ഡിസൈൻ ഡീറ്റെയിൽസിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ മെസ്സേജ് ലെയർ. അതുപോലെ തന്നെ ഇത് സിസ്റ്റത്തിന് വേണ്ടിയുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻ്റർഫേസസിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ലെയറിലാണ്. അടുത്തതായി 4ാമത് വരുന്ന ലെയറാണ് റെസ്പോൺസിബിലിറ്റീസ് ലെയർ. ഈ ലെയറിന് എന്താ വെച്ചാൽ ഇറ്റ് റെപ്രസെൻറ്റ് ഓൾ ദ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ആൽഗോരിതമിക് ഡിസൈൻ ഫോർ ഓൾ ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് ഓപ്പറേഷൻസ് ഫോർ ഈച്ച് ഒബ്ജക്ട്സ്. അതായത് നമ്മുടെ എല്ലാ ആട്രിബ്യൂട്ട്സിനെല്ലാം ആവശ്യമായുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സും ആൽഗോരിതമിക് ഡിസൈൻസിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ റെസ്പോൺസിബിലിറ്റീസ് ലെയറിലാണ്. ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം ഡിസൈൻ പിരമിഡ് സ്പെസിഫിക്കലി എംഫസിസ് സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ സിസ്റ്റം ഡിസൈൻ. ഇനി നെക്സ്റ്റായി വരുന്ന ഫേസാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഈ ഫേസിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ഫേസിൽ ഉണ്ടാക്കി വെച്ച ഡിസൈൻ മോഡലിനെ നമ്മൾ കോഡായിട്ട് മാറ്റുകയാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഇത് ജാവയോ സിയോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസൈൻ മോഡൽ ഉണ്ടാക്കി വെച്ച ആ ഒരു ഡിസൈനെ കോഡാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഡാറ്റാബേസിനെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റാസിനെല്ലാം ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുക ചെയ്യും. നമ്മൾ ഈ കോഡെല്ലാം ക്ലിയർ ആണെങ്കിൽ പിന്നെ നമ്മൾ ടെസ്റ്റിങ്ങിലേക്ക് പോകും. കോഡെല്ലാം ക്ലിയർ ആണോ നമുക്ക് ഒത്തിരി ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ പല ടെസ്റ്റിംഗ് മെത്തേഡും യൂസ് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ട് അതിനെ ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ 3 അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതാണ് ഇപ്പം ഓൺലൈൻ ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം എടുക്കുക. ഈ ഓൺലൈൻ ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ വെച്ചാൽ നമുക്ക് യൂസേഴ്സിന് എന്ത് ചെയ്യാം, ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് മെമ്പേഴ്സ് ആവാം, എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ബുക്ക് ഉണ്ടോയെന്ന് ഡാറ്റാബേസിലുണ്ടോയെന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് അത് എടുക്കുകയെല്ലാം ചെയ്യാം. അപ്പം ഈ ഒരു ഓൺലൈൻ ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അനലൈസ് ചെയ്യണം. അപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ് ഫേസിൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന് ആവശ്യമായുള്ള ഒബ്ജക്ട്സിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതായത് ഡ്യൂറിങ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ് വി ഐഡൻറ്റിഫൈ ഒബ്ജക്ട്സ് സച്ച് ആസ് യൂസർ, ബുക്ക്, ലൈബ്രറി, യൂസർ മാനേജർ ആൻഡ് ലൈബ്രറി മാനേജർ എക്സെട്ര.
അതായത് ഇതിനാവശ്യമായുള്ള ഒബ്ജക്റ്റ്സ് ആയിട്ടുള്ള യൂസർ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ യൂസേഴ്സ് ഒക്കെ ആണല്ലോ, അതേപോലെ മാനേജർ ഒക്കെയാണ് ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യമുള്ള അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു അനാലിസിസ് ഫേസിൽ ഐഡൻറ്റിഫൈ ചെയ്യും. സെക്കൻഡ് ഫേസാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിങ്. ഈ ഫേസിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അനാലിസിസ് ഫേസിൽ എന്താണ് ഒബ്ജക്റ്റിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ അതേപോലെ റിലേഷൻഷിപ്സ്, ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയേഴ്സും അതിൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മളൊരു കോൺസെപ്ച്വൽ മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Library object will contain a list of books and functions to add, remove books. അപ്പോൾ ഈ ലൈബ്രറി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? കുറേ ബുക്സ് ഉണ്ടാവും. ആ ബുക്സിൽ പിന്നെന്താണ് ഫങ്ഷൻസ് ടു ആഡ് ആൻഡ് റിമൂവ് ബുക്ക്. അതായത് ഇതിൻ്റെ അകത്തുള്ള ഫങ്ഷൻസ് എന്താണ്? ബുക്സിനെ നമ്മൾ ആഡ് ചെയ്യുക, അതേപോലെ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ലൈബ്രറിയിൽ ഏതൊക്കെ ബുക്ക് ഉണ്ട്, ഇപ്പോൾ ആരെങ്കിലും ആ ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ റിമൂവ് ചെയ്യണം. മീൻസ് ബുക്ക് നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. പുതുതായിട്ട് ഏതെങ്കിലും ബുക്ക് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ ലൈബ്രറി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഫംഗ്ഷനിൽ വരുന്നത്. അടുത്തത് യൂസർ മാനേജർ വിൽ കണ്ടെയ്ൻ എ ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ടു ആഡ്, റിമൂവ്, ഫൈൻഡ് ആൻഡ് ഈവൻ ബ്ലോക്ക് യൂസേഴ്സ്. അപ്പം ഈ യൂസർ മാനേജർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്താണ്? എ ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് ഉണ്ടാവും. കുറേ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ യൂസർ മാനേജർ എന്താ യൂസേഴ്സിനെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടത്. അതേപോലെ ഇയാളുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസേഴ്സിനെ ആഡ് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ യൂസേഴ്സ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും തരികിട പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഇതെല്ലാം ഒരു യൂസർ മാനേജറിൻ്റെ ഫങ്ഷൻസാണ്. ലൈബ്രറി മാനേജർ വിൽ ബി helper object with functions to issue and return books. ഓക്കെ, ലൈബ്രറി മാനേജറിൻ്റെ ഫങ്ഷൻസിൽ വരുന്ന എന്താണ്? ബുക്സിനെ ഇഷ്യൂ ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു റെക്കോർഡ്സ് എല്ലാം നോക്കുന്നത് ലൈബ്രറി മാനേജർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഫങ്ഷനാണ്. ബുക്ക് ഒബ്ജക്റ്റ് വിൽ ഹാവ് ഡീറ്റെയിൽസ് ഓഫ് ബുക്ക് സച്ച് ആസ് ബുക്ക് ID, ബുക്ക് നെയിം, ഓതർ എക്സെട്രാസ്. ഈ മറ്റൊരു ഒബ്ജക്റ്റ് എന്താണ്? ബുക്കാണ്. ഈ ബുക്ക് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക വെച്ചാൽ അതെന്തൊക്കെയാണ് ഡീൽസ് ചെയ്യുന്നത് വെച്ചാൽ ബുക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് ബുക്കിൻ്റെ നെയിം, അതിൻ്റെ ഓതറിൻ്റെ നെയിം, അതുപോലെ അതിൻ്റെ ID, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഡീൽ ചെയ്യുന്നത്. ആൻഡ് കറസ്പോണ്ടിങ് ഫങ്ഷൻസ് ടു ഗെറ്റ് ആൻഡ് സെറ്റ് ബുക്ക് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നതാണ് ഗെറ്റ് ആൻഡ് സെറ്റ് ബുക്ക് ഡീറ്റെയിൽസിനെ സെറ്റ് ചെയ്യുന്നത്. User object will have user ID, name, membership type, etc. and functions to get and set the user details. അതായത് ഇനി നമ്മൾ അനാലിസിസ് ഫേസിൽ കണ്ട വേറൊരു ഒബ്ജക്റ്റാണ് യൂസർ എന്ന് പറയുന്നത്. ഈ യൂസർ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? യൂസറിൻ്റെ ID, യൂസറിൻ്റെ നെയിം, മെമ്പർഷിപ്പ് ടൈപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ യൂസർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ അത് ഉണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് ഒരു ഡിസൈൻ മോഡൽ ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ഫേസിലാണ്. പിന്നെ ലാസ്റ്റായി വരുന്ന ഫേസാണ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. ഫൈനലി ഡ്യൂറിങ് ഇംപ്ലിമെൻറ്റേഷൻ, say in Java, all these conceptual objects with their properties and behaviors are converted to classes with attributes and method respectively. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച എല്ലാ ഒബ്ജക്റ്റിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം കൂടി ഒരു ഡിസൈൻ ആക്കി വെച്ചതിനെല്ലാം കൂടി നമ്മളൊരു ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കോഡാക്കി മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിനെ റെഡിയാക്കുന്നു, ക്രിയേറ്റ് ചെയ്യും.